അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താറാത്തല്ലേ? അൽഹംദുലില്ലാഹ്. ഉസ്താദ്, ചെറിയൊരു ചോദ്യം. ഇപ്പോൾ നമ്മൾ സുബ്കി ഇമാമ് നമ്മളെ നേവി ഇമാമിനെ കൊണ്ട് ബർക്കത്ത് എടുത്തു എന്നുള്ളത് ഒരു പ്രസംഗത്തിൽ ഇങ്ങനെ കേട്ടാണ്. നേവി ഇമാമ് നടന്നു പോയ വഴിയിൽ ഉള്ള മണ്ണിൽ സുബ്കി ഇമാമ മണ്ണെടുത്ത് ചുംബിച്ചു എന്നോ പിന്നെന്താണ് നിലത്ത് കിടന്ന് ഉരുണ്ടു അങ്ങനെയൊക്കെ പ്രസംഗത്തിൽ കേട്ടിട്ടുണ്ട്. അപ്പോൾ നബി ഇമാമിൻ്റെ ഇങ്ങനെ സുബ്കി ഇമാം ഇങ്ങനെ ബർക്കത്ത് എടുത്തതായിട്ട് ഉസ്താദ് എവിടെയെങ്കിലും കിതാബിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇൻഷാ അല്ലാഹ് അതിനെ പറ്റി ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. മഹാനായ ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു നബി ഇമാമിനെ കൊണ്ട് ബറക്കത്തെടുത്തു എന്നുള്ളത് മഹാന്മാർ വ്യക്തമായിട്ട് രേഖപ്പെടുത്തി വെച്ചത് തന്നെയാണ്. ഇങ്ങനെയൊക്കെ സുബ്കി ഇമാം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ, മഹാനായ ഇമാം നബി റളിയല്ലാഹു അൻഹുവിൻ്റെ പവർ എത്രയാണ്, അവിടുത്തെ ദർജ എത്രയാണ്, അവിടുത്തെ സ്ഥാനം എത്രയാണ്. കാരണം ആരായി ചെയ്യുന്നത് സുബ്കി ഇമാമാണ്. ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരുപാട് നമ്മൾ പഠിക്കാനും മനസ്സിലാക്കാനുണ്ട്. ഡമസ്കസിലെ കാളിഗുലാത്തായിരുന്നു മഹാനവറുകൾ. ആ കാലഘട്ടത്തിലെ വലിയ മഹാനായിരുന്നു സുബ്കി ഇമാമൊക്കെ. അങ്ങനത്തെ മഹാവലിയ പണ്ഡിതർ നബി ഇമാം ഇരുന്ന സ്ഥലം കൊണ്ട് ബറക്കത്തെടുക്കുക എന്നൊക്കെ പറയുമ്പം നബി ഇമാമിൻ്റെ സ്ഥാനത്തറയാണ്. ഏതായാലും അങ്ങനെ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. എവിടെ പറഞ്ഞു? ഇപ്പോൾ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫതുഹുൽ മുഈൻ ഉണ്ടാക്കുന്ന സമയത്ത് തുടക്കത്തിൽ തന്നെ ഈ കിതാബിൻ്റെ ആധാരം എങ്ങനെയാണ്, ഇതിൽ എന്തൊക്കെയാണ് ആധാരമാക്കുക എന്ന് പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങൾ കുറച്ചൊന്ന് വിശദീകരിക്കുന്നുണ്ട്. തുടക്ക ഭാഗത്ത് അവിടെ പറയുന്നുണ്ട്, നമ്മുടെ മദ്ഹബിൽ ഷെയ്ഖാനി എന്ന് വിളിക്കപ്പെടുന്ന രണ്ട് പണ്ഡിതന്മാർ, ഒന്ന് നബിയും ഒന്ന് റാഫി ഇമാമും, അവരുടെ മുഅ്തമദാണ് ഈ കിതാബിൽ പരാമർശം വരിക എന്ന് പറയുന്നു. മുഅ്തമദൻ അലാ മാ ജസമ ബിഹി ഷെയ്ഖാൽ മദ്ഹബി അൻ-നബിയ്യു വർ-റാഫി. ഉണ്ടോ? റാഫി ഇമാമും നബി ഇമാമും ഇതാണ് ഈ പറയുന്ന എൻ്റെ ഷെയ്ഖാനി എന്ന് നമ്മൾ കർമ്മശാസ്ത്രത്തിൽ വിളിക്കപ്പെടുന്നത്. അവരുടെ പറ്റി പറഞ്ഞു കൊടുത്ത് അവിടെ നബി ഇമാമിനെ പറ്റി പറഞ്ഞല്ലോ. ആ നബി ഇമാമിനെ പറ്റി പറഞ്ഞു കൊടുത്ത് എൻ്റെ ഫതുഹുൽ മുഈൻ വിശദീകരിച്ചിട്ടാണ് സയ്യിദുൽ ബക്കരി റഹിമഹുല്ലാ ഇയാനത്ത് ത്വാലിബീനിലാണ് ഈ സംഭവം കൊണ്ടുവരുന്നത്. വേറെയും ഒരുപാട് കിതാബിലുണ്ട്. ഇവിടെ തന്നെ ഫിഖ്ഹിൻ്റെ കിതാബിൽ തന്നെ ഇത് പറയുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഇയാനത്തിൻ്റെ 1-ാം വാള്യം ഇതിൻ്റെ 31-ാമത്തെ പേജിൽ ഉസ്താദന്മാരടുത്ത് ഏറെക്കുറെയൊക്കെ ഉസ്താദന്മാരടുത്തും ഇയാനത്ത് ഉണ്ടാകും. അങ്ങനെ പള്ളി പരിസര പഠിക്കുന്ന കാലത്ത് ഫതുൽ മീൻ ഓതാത്ത പള്ളിയർസ് ഉണ്ടാവുമോ? അപ്പോൾ പിന്നെ അവിടെ എന്തായാലും ഇയാനത്ത് വെച്ചിട്ടില്ലായിരിക്കും ഈ പറയുന്ന നമ്മളൊക്കെ നോക്കുക. അപ്പോൾ യാനത്ത് എന്തായാലും ഏറെക്കുറെ മുത്താലിമുകളത്തെ ഉസ്താദന്മാരത്തൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ തുടക്ക ഭാഗത്ത് തന്നെ ഇപ്പോൾ ഞാൻ ഫതുൽ മീൻ്റെ ആ ഇബാറത്ത് വായിച്ചതിൻ്റെ അവിടെ തന്നെ നോക്കി അത് കാണും. അവിടെ പറയുന്നുണ്ടോ, വലമ്മ റഹിലൽ ഇമാമു സുബ്കി റളിയല്ലാഹു അൻഹു മഅ ജലാലത്തി. ഉണ്ടോ? ഇപ്പോൾ സുബ്കി ഇമാം വാഹനം കയറി നബി ഇമാമിനൊക്കെ ഉള്ള കാണാൻ വേണ്ടിയിട്ടാണിത്. മഅ ജലാലത്തിഹി, അതായത് സുബ്കി ഇമാമിൻ്റെ എല്ലാ മണ്ണും വലുപ്പും മഹത്വരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. സുബ്കി ഇമാം വലിയ മഹാനാണ്, വലിയ മഹാന സുബ്കി ഇമാം. അതോടൊപ്പം തന്നെയാണ് മഹാനവറുകൾ ആരെ സന്ദർശിക്കാൻ പോകുന്നത്? ലിസിയാറത്തിൽ ഇമാമി ഫി ഹയാത്തിഹി. ഉണ്ടോ? നബി ഇമാമിന് ഹയാത്ത് കാലത്ത് തന്നെ കാണണമെന്ന് വിചാരിച്ചിട്ടാണ് സുബ്കി ഇമാം ഡമസ്കസിലേക്ക് പോകുന്നത്, യാത്ര പോകുന്നത്. പക്ഷേ വജദോഹു ഖദ് തൂഫിയ. ഉണ്ടോ? അപ്പോഴേക്ക് മഹാനവർ വഫാത്തായിരുന്നു. നബി ഇമാമിനെ കണ്ടില്ല, നബി ഇമാമിന് വഫാത്തായിട്ടുണ്ട്. അപ്പോൾ നബി ഇമാം വഫാത്തായി എന്നുള്ളതാണ് കിട്ടുന്നത്. അപ്പോൾ വല്ലാതെ സങ്കടമായിപ്പോയി. അപ്പോൾ ആ സങ്കടം കൊണ്ട് ഫസാറ യബ്കി, കരയാൻ തുടങ്ങി സുബ്കി ഇമാം. എന്നിട്ട് പറഞ്ഞു, അവിടെ ഇരുന്ന സ്ഥലം, ദർസർത്തിൻ്റെ സ്ഥലം, ഇരുന്ന സ്ഥലം, അങ്ങനെയാണ് ഇതിൽ പറയുന്നത് കേട്ടോ. ചിലപ്പോൾ ഇച്ചിരി വ്യത്യാസങ്ങൾ ഇപ്പോൾ വേറെ ചില ഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് പ്രഭാഷകർ അങ്ങനെയൊക്കെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവാം. ഏതായാലും ഇവിടെ എങ്ങനെയാണ് പറയുന്നത്, ആ സ്ഥലം കാണിക്കാൻ വേണ്ടി പറഞ്ഞപ്പം ഫി മഹല്ലി ജുലൂസി. കണ്ടോ? മഹാനായ ഇമാം നബി റളിയല്ലാഹു അൻഹു ഇരുന്ന സ്ഥലത്ത് അവിടുത്തെ കവിൾ വെച്ചുകൊണ്ട് ചുംബിച്ചുകൊണ്ട് കരയാണ് ചെയ്തത്. ആര്? സുബ്കി ഇമാം. എന്നിട്ട് അവിടുന്ന് ഒരു ബെയ്ത്തങ്ങ് ചൊല്ലിയിട്ടുണ്ട്. അത് വല്ലാത്തൊരു അർത്ഥഗാംഭീര്യമുള്ളൊരു ബെയ്ത്താണ്. മാസങ്ങൾ അർത്ഥം വെച്ചാലും തീരാത്ത ബെയ്ത്ത് എന്ന് തന്നെ പറയണം. ഓരോരോ വേർഡുകളും ചിന്തിക്കാൻ മാത്രമുണ്ട്. അത് പാടുന്നത് ആരാ? സുബ്കി ഇമാമാണ്. അത് ആരെ കൊള്ളയാണ് പാടുന്നത്? നബി ഇമാമിനെ കൊള്ളയാണ്. പിന്നെ പറയേണ്ടതില്ലല്ലോ. പഞ്ചസാര ചാക്കുമ്പേൽ തേന്മല എഴുതി കഴിഞ്ഞാൽ പിന്നെ പറയേണ്ടതില്ല, നമ്മൾ പറയാറില്ലേ? അത്രയ്ക്കും പ്രൗഢി എന്നുള്ളത്. അപ്പം ഇന്നതുപോലെയുള്ള രൂപത്തിലാണ്. കാരണം പാടുന്നത് സുബ്കി ഇമാം. ഈ പറയുന്നത് എൻ്റെ ആരെ പറ്റിയിട്ടാണ് പറയുന്നത്? നബി ഇമാമിനെ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ അവിടെ നിന്നാണ് പാടിയത്. വഫീദാരിൽ ഹദീസിൽ ലതീഫു മഅനാ ഇലാ ബുസുത്തിൻ ലഹാ അസ്ബു വആവി ലഅല്ലി അന്ന ലാ ബിഹർരി വജ്ഹി
മകാനം മസ്സുഹു ഖദമുൻ നവാവി. അർത്ഥവത്തായ ഒരു ബൈത്താണ് പാടിയത്. അവിടുന്ന് പറയാണ് വഫീ ദാരിൽ ഹദീസ് ലത്തീഫു മഅനാ. നബി ഇമാം ഇരുന്ന ആ പറയുന്ന ദർസെടുത്ത് ഈ ഇൽമ പ്രചരിപ്പിച്ച ഇരുന്ന ആ ഒരു സ്ഥലത്ത്, ആ ഒരു സ്ഥലം എന്ന് പറഞ്ഞ ലത്തീഫു മഅന എന്നാ പറഞ്ഞു. അവിടെ ലത്തീഫ് എന്ന് ഉപയോഗിച്ചാൽ ഈ ലത്തീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിക്ഷണറിയിലൊക്കെ നോക്കുന്ന സമയത്ത് മൃദുലമാവുക, മൃദുലമായവൻ എന്നുള്ളതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതിൻ്റെ ആ ഒരു അർത്ഥത്തിൻ്റെ ഗാംഭീര്യത്തിലേക്ക് പോകുമ്പോൾ മനസ്സിലാക്കുക ലത്തീഫ് അള്ളാഹുവിൻ്റെ പേര് ലത്തീഫ് അല്ലേ. ആ ലത്തീഫ് എന്ന് പറയുന്ന പേര് കൊണ്ട് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. മൃദുലമാവുക എന്ന് പറഞ്ഞാൽ മാത്രമൊന്നുമല്ല, ആർക്കും കിട്ടാത്തത് പറയുക, വെളിപ്പെടുത്തുക. അതും വെളിപ്പെടുത്തുന്നത് തന്നെ വളരെ സരളവും സുന്ദരവുമായ രൂപത്തിൽ. നബി ഇമാമിന്റെ ഏത് കിതാബ് എടുത്ത് നോക്കിയാലും നല്ല എളുപ്പമായിരിക്കും. അത്രയും ഒരു ടഫ് ഒന്നും കയറിവില്ല. എന്നാൽ മഹാനവറുകളോ സാഹിത്യത്തിൽ ആ കാലഘട്ടത്തിൽ മഹാനവറുകളെ കാഴ്ചവെക്കാൻ പറ്റിയ ഒരാളുണ്ടായിരുന്നില്ല എന്നാ. അത്രയും ഇൽമിന്റെ ഒരു സാഹിത്യത്തിന്റെ അങ്ങേയറ്റായിരുന്നു. പക്ഷെ ആ സാഹിത്യം ഒന്നും കിതാബിൽ കൊണ്ടുവന്നില്ല. കാരണം എന്താ, അത് ശ്രോതാക്കൾക്ക് തിരിയണം, നോക്കുന്നവർക്ക് തിരിയണം എന്ന് മനസ്സിലാക്കിയിട്ട് അപ്പോൾ തന്നെ പച്ചവെള്ളം പോലെ ആക്കി തരാറില്ല. അപ്പൊ കിട്ടാത്ത കാര്യങ്ങളൊക്കെ അത് പറയുമ്പോഴോ അത് ലുത്തുഫായ രൂപത്തിലുണ്ട് പറയുകയും ചെയ്യുക. ഇങ്ങനെ ഒരുപാട് അർത്ഥങ്ങൾ ഇതിന് വെക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ സുബ്കി ഇമാം അങ്ങനെ പറയാൻ കാരണം ഉണ്ടോ, ലത്തീഫു മഅനാ, വല്ലാത്തൊരു പ്രൗഢം തന്നെയാണ്. ഇങ്ങോട്ട് പറയില്ല ആണോ, നൈവാമിന്റെ ചെരുപ്പ് തട്ടിയ സ്ഥലത്ത്, കാല് തട്ടിയ സ്ഥലത്ത്, അതൊക്കെ സ്ഥലത്ത് ചുംബിക്കുക, ബർക്കത്തെടുക്കുക, അതിനെ ഞാൻ ഉള്ളൂ എന്ന് പറഞ്ഞ രൂപത്തിൽ. എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു വല്ലാത്തൊരു സംഭവം തന്നെ. അപ്പം ഈ മഹാൻ അത്രയും വലിയ മഹാനായിരുന്നു. അപ്പം അങ്ങനെ ബർക്കത്തെടുത്തിട്ടുണ്ട്, സുബ്കി ഇമാം അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് മഹാന്മാരെ രേഖപ്പെടുത്തി വെച്ച് തന്നെയാണ്. എന്തിനേറെ പറയുന്നു, പണ്ഡിതർസിലൊക്കെ ഓതി പഠിക്കുന്ന ഫത്വൽ മുഈൻ അതിൻ്റെ ഹഷിയാകുന്ന ആശിയത്തു യാനത്തു ത്വാലിബീൻ എന്ന് പറയുന്ന കിതാബിൽ സയ്യിദുൽ ബക്കരി തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലാഹു തആല അവരുടെയൊക്കെ ദർജ ഏറ്റി കൊടുക്കുമാറാവട്ടെ. അവിടുത്തെയൊക്കെ ബറക്കത്ത് കൊണ്ട് നമുക്കെല്ലാവർക്കും ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷവും തന്ന് അനുഗ്രഹിക്കട്ടെ. നാഫിയായ ഇൽമു ധാരാളം തന്ന് കിട്ടി അതനുസരിച്ചുകൊണ്ട് അമൽ ചെയ്യാനും അല്ലാഹു തൗഫീഖ് എന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ റഹ്മാൻ റഹീം.